KSRTCയുടെ ചെലവ് കുറയ്ക്കുകയും ഒരു തരത്തിലും ഒരു ചോർച്ച ഉണ്ടാവാതെ, കാരണം നമ്മളൊരു വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് കാര്യമില്ല, അതിനോടൊപ്പം ചെലവും കൂടി കഴിഞ്ഞാൽ നമ്മൾ കുഴപ്പത്തിലാവും. അതൊരു വെറും ഞാൻ പറഞ്ഞില്ലേ മുറുക്കാൻകടയിലെ സാമ്പത്തിക ശാസ്ത്രമാണ്, അത്രയേ ഉള്ളൂ. അതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. അത് ചെയ്ത് കഴിയും. പിന്നെ എല്ലാ ബസ് സ്റ്റേഷനും വൃത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടക്കുന്നുണ്ട്. പിന്നെ KSRTC ബസ് സ്റ്റേഷനുകളിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായ സ്ഥാനം ഒരുക്കാൻ വേണ്ടി മുലയൂട്ടുന്ന അമ്മമാർക്കും പ്രത്യേക സൗകര്യം ഉണ്ടാക്കാൻ വേണ്ടി ഒരു പുതിയ സംവിധാനം കൊണ്ടുവരും. അപ്പോൾ അതിനുവേണ്ടി KSRTC MDയോട് വലിയ കമ്പനികളുടെ CSR ഫണ്ട് സ്വീകരിക്കാൻ KSRTC ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ അനുവാദം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള അപേക്ഷ കൊടുക്കാനായിട്ട് MDക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ വലിയ കമ്പനികളുടെ CSR ഫണ്ട്, നമ്മുടെ ഷിപ്പ് യാർഡ് പോലുള്ള വലിയ സ്ഥാപനങ്ങളുടെ CSR ഫണ്ട് വാങ്ങാനായിട്ട് സഹായിക്കാമെന്ന് KV തോമസ് മാഷ്, ഡൽഹിയിലെ ചുമതലയുള്ള KV തോമസ് മാഷ് സമ്മതിച്ചിട്ടുണ്ട്. നമസ്കാരം. ആരും ഒരു കാരണവശാലും ഒരു ശുപാർശയുമായി എന്നെ സമീപിക്കേണ്ടതില്ല. ഞാൻ അത്തരം ശുപാർശകളൊന്നും ചെവിക്കൊള്ളുന്ന ആളല്ലെന്ന് എന്റെ ഒപ്പം നിൽക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും അറിയാം, എന്നെ അറിയാവുന്നവർക്കും അറിയാം, പത്തനാപുരക്കാർക്ക് വിശേഷിച്ചും അറിയാം. ഇത് എന്റെ വാക്കുകളല്ല, ഗതാഗത വകുപ്പ് മന്ത്രിയായി ചാർജ് എടുത്ത ഗണേഷ് കുമാറിന്റെ വാക്കുകളാണ്. പുതിയ മന്ത്രിയായി ഓഫീസിൽ ചാർജ് എടുത്തതിന് ശേഷം മാധ്യമപ്രവർത്തകരെ കാണുമ്പോഴാണ് ഗണേഷ് കുമാർ ഇത്തരത്തിൽ ചില കാര്യങ്ങൾ സംസാരിച്ചത്. നിങ്ങൾക്ക് ഞാനൊരു കുറിപ്പ് തരുന്നുണ്ട്, എന്തൊക്കെ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ള തരത്തിൽ വിശദമായ കുറിപ്പ് ഞാൻ തരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ തിരക്കിൽ തന്നെയാണ്. എന്തായാലും ആഴ്ചയിൽ 4 ദിവസം ഞാൻ ഓഫീസിലുണ്ടായിരിക്കും. തീർച്ചയായും അടിമുടി ഒരു മാറ്റം തന്നെയാണ് ഗതാഗത വകുപ്പിൽ കൊണ്ടുവരുവാൻ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായും കേരളത്തിലെ പൊതുഗതാഗത രംഗത്ത് പ്രവർത്തിക്കുന്ന KSRTCയെ എങ്ങനെയും രക്ഷപ്പെടുത്തുക, കേരളത്തിലെ ജനങ്ങൾക്ക്, സാധാരണക്കാരായ ജനങ്ങൾക്ക്, ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് KSRTC ഇനി പുതിയ ഓട്ടത്തിൽ തന്നെയായിരിക്കും എന്നുള്ള സൂചനകൾ തന്നെയായിരുന്നു KB ഗണേഷ് കുമാറിന്റെ വാക്കുകളിൽ തുടിച്ചു നിന്നിരുന്നത്. KSRTCയിലെ അനാമത്ത് ചിലവുകൾ ഒഴിവാക്കും. ഇതിൽ തീർത്തും വലിയ ശാസ്ത്രങ്ങളൊന്നും നമ്മൾ അറിയണമെന്നില്ല, സാമ്പത്തിക ശാസ്ത്രം അറിയണമെന്നില്ല എന്ന് തന്നെയാണ് KB ഗണേഷ് കുമാർ പറഞ്ഞത്. ഇത് ചെറിയ മുറുക്കാൻ കടയുടെ ഒരു സാമ്പത്തിക ശാസ്ത്രം തന്നെയാണ്. അതായത് ചിലവുകൾ കുറയ്ക്കുക, പരമാവധി വരുമാനം കൂട്ടുക, അതിനപ്പുറത്തേക്ക് മറ്റു വിദ്യകളൊന്നും ഇവിടെ പ്രയോഗിക്കേണ്ടതില്ല. എന്തായാലും നിരനിരയായി KSRTC ബസ്സുകൾ ഓടുന്ന ഒരു സംവിധാനം ഇപ്പോഴും കാണുന്നുണ്ട്. അതെല്ലാം സമയബന്ധിതമായി ക്രമീകരിക്കും. ഏതെങ്കിലും റൂട്ടുകളിൽ ജനങ്ങളില്ല, യാത്രക്കാരില്ല എന്ന് മനസ്സിലാകുന്ന റൂട്ടുകൾ ഒരു കാരണവശാലും തുടർന്നു കൊണ്ടുപോകുന്നതല്ല, അത് കട്ട് ചെയ്യും. ഏത് ജനപ്രതിനിധികൾക്കും ഇതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ ക്ഷമിക്കുക. കാരണം KSRTCയെ രക്ഷിക്കുന്നതിന് വേണ്ടി മറ്റു മാർഗങ്ങളൊന്നുമില്ല, ഇതുപോലുള്ള ചില മാർഗങ്ങൾ കൈക്കൊണ്ടേ പറ്റൂ എന്ന് തന്നെയാണ് ഇപ്പോൾ KB ഗണേഷ് കുമാർ പറഞ്ഞത്. എന്നാൽ ജനങ്ങൾ കൂടുതൽ, അതായത് യാത്രക്കാർ കൂടുതലുള്ള സമയങ്ങളും കൂടുതലുള്ള റൂട്ടുകളും കണ്ടെത്തി കൃത്യമായ ക്രമീകരണങ്ങളോടുകൂടി GPS സംവിധാനത്തോടു കൂടി തന്നെ KSRTC പുതിയ ഉണർവോടുകൂടി ഓടും എന്ന് തന്നെയാണ് ഗണേഷ് കുമാർ കൂട്ടിച്ചേർത്തത്. ഇതിനുവേണ്ടി ചില പദ്ധതികൾ ആവിഷ്കരിച്ചു വരുന്നു. ഇത് മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്തതിനു ശേഷം മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുക്കും, അതിനുശേഷം ഇത് പ്രാവർത്തികമാക്കും എന്ന് തന്നെയാണ് KB ഗണേഷ് കുമാർ ഇത് പറഞ്ഞത്. ചില പദ്ധതികൾ എന്റെ മനസ്സിലുണ്ട്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഫലപ്രദമായ, ഏറ്റവും നല്ല ഒരു പൊതുഗതാഗത സംവിധാനമായി KSRTCയെ മാറ്റിയെടുക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള പദ്ധതികൾ കൈവശമുണ്ട്. എന്തായാലും ജീവനക്കാരുടെയും യൂണിയനുകളുടെയും സഹകരണത്തോടുകൂടി ഇത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ തന്നെയാണ് തീരുമാനം. എന്നാൽ ഒരു കാരണവശാലും ഭരണപരമായ കാര്യങ്ങളിൽ യൂണിയന്റെ കൈകടത്തൽ ഉണ്ടാകുവാൻ സമ്മതിക്കുന്നതല്ല എന്നുകൂടി ഗണേഷ് കുമാർ കൂട്ടിച്ചേർത്തു. ദീർഘദൂര ബസ്സുകൾ പലപ്പോഴും വിശ്രമത്തിനും ചായ കുടിക്കാനും മറ്റുമായി ഡ്രൈവർമാരും കണ്ടക്ടർമാരും പലപ്പോഴും പല കടകൾക്ക് മുൻപിൽ നിർത്താറുണ്ട്. എന്നാൽ ഇത്തരം സ്ഥലങ്ങൾ ശുചിത്വമുള്ളതാണോ, ഹൈജീനിക് ആണോ, വൃത്തിയുള്ള ഭക്ഷണം കിട്ടോ, വൃത്തിയുള്ള ടോയ്ലറ്റുകൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം പുനഃപരിശോധിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ KB ഗണേഷ് കുമാർ പറയുന്നത്. KSRTC ബസ് സ്റ്റാൻഡുകളിൽ അടക്കം ബയോ ടോയ്ലറ്റുകൾ സ്ഥാപിക്കുന്നത് ഇപ്പോൾ പരിഗണനയിലുണ്ട്, ഒന്നും തീരുമാനമായിട്ടില്ല. ഇത്തരം പല സംഭവങ്ങളും അല്ലെങ്കിൽ പല പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട്. KSRTCയെ ലാഭകരമായി മാറ്റുവാനുള്ള പദ്ധതികളെല്ലാം കുറിച്ചു വച്ചിട്ടുണ്ട്. ഇനി അത് പലരുമായി, ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്, മുഖ്യമന്ത്രിയുമായി ആലോചിക്കേണ്ടതുണ്ട്, ഒരുപാട് ജോലികളുണ്ട്. എന്നാൽ ഒരു കാരണവശാലും ഞാൻ ഇവിടെ നിന്ന് പൊതുപരിപാടികൾക്ക്, മന്ത്രി എന്ന രീതിയിൽ പൊതുപരിപാടികൾക്ക് പോകുന്നത് കുറവായിരിക്കും. പത്തനാപുരത്തെ എല്ലാ പരിപാടിക്കും ഞാൻ ഉണ്ടാകും, പക്ഷേ മറ്റുള്ള ഇടങ്ങളിൽ ഇനി അത്തരത്തിലുള്ള യാത്രകൾ കുറവായിരിക്കും എന്ന് തന്നെയാണ് KB ഗണേഷ് കുമാർ വ്യക്തമാക്കിയത്. ആഴ്ചയിൽ 4 ദിവസം തിരുവനന്തപുരത്ത് മന്ത്രിയുടെ ഓഫീസിൽ ഉണ്ടായിരിക്കും, ബാക്കി ദിവസങ്ങളിലായിരിക്കും മറ്റു പരിപാടികളുമായി പുറത്തേക്ക് പോവുക എന്ന് തന്നെയാണ് KB ഗണേഷ് കുമാർ കൂട്ടിച്ചേർത്തത്. ഒരു കാരണവശാലും തിരുവനന്തപുരത്തെ വീട്ടിൽ പൊതുജനങ്ങളെ കാണുവാൻ ആഗ്രഹിക്കുന്നില്ല, അവർ മന്ത്രിമന്ദിരത്തിൽ തന്നെ വന്ന് കാണട്ടെ എന്ന് തന്നെയാണ് KB ഗണേഷ് കുമാർ കൂട്ടിച്ചേർത്തത്. എന്തായാലും KSRTCയെ അടിമുടി പരിഷ്കരിക്കുവാനുള്ള ഒരു
ഉദ്യമത്തിൽ തന്നെയാണ് പുതിയ ഗതാഗത വകുപ്പ് മന്ത്രി. മുൻ ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജുവുമായി തനിക്ക് യാതൊരു തരത്തിലും സ്പർദ്ധയില്ലെന്നും തന്റെ അച്ഛന്റെ കാലം മുതൽ തന്നെ MLA ആയിരിക്കുന്ന തന്നെക്കാൾ വളരെ വളരെ സീനിയറായ താൻ ചേട്ട എന്ന് വിളിക്കുന്ന ആൾ തന്നെയാണ് അദ്ദേഹം. അദ്ദേഹവുമായി എനിക്ക് യാതൊരു തരത്തിലും സ്വരച്ചേർച്ചയില്ല. തന്നെയുമല്ല, അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട ഒരു വേദിയുമല്ല ഇത്. അദ്ദേഹത്തിന്റെ ഭരണകാലം മോശമാണ് എന്നുള്ള അർത്ഥത്തിൽ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇനിയും എന്റെ കയ്യിൽ കിട്ടിയ വകുപ്പ് കൂടുതൽ സുഗമമായി നടത്തിക്കൊണ്ടുപോകാൻ, കൂടുതൽ ലാഭകരമായി നടത്തിക്കൊണ്ടുപോകുവാൻ മന്ത്രി എന്ന രീതിയിൽ ഞാൻ പ്രതിജ്ഞാബദ്ധനാണ്. ഞാൻ അങ്ങനെ ചെയ്യും എന്ന് പറയുമ്പോൾ പഴയ മന്ത്രിയെ അധിക്ഷേപിക്കലായി നിങ്ങൾ ഒരു കാരണവശാലും കണക്കിലെടുക്കേണ്ടതില്ല. ഒന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു. വളരെ ഹാസ്യാത്മകമായി തന്നെ അദ്ദേഹം പറഞ്ഞു, എനിക്ക് പ്രായമായി, ഇനിയും എന്നെ കൊല്ലാൻ നിൽക്കരുത്, എന്നിൽ ഔഷധമൂല്യമില്ല, അതുകൊണ്ട് തന്നെ എന്നെ വെറുതെ വിടൂ എന്ന് തന്നെ ഹാസ്യാത്മകമായി അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയുണ്ടായി. എന്തു തന്നെയായാലും KSRTCയിൽ അടിമുടി മാറ്റങ്ങൾ വരുത്തുവാൻ തന്നെയാണ് KB ഗണേഷ് കുമാറിന്റെ ഉദ്ദേശം. KSRTCയെ ലാഭകരമായി മാറ്റിയില്ലെങ്കിലും KSRTCയെ നഷ്ടത്തിൽ നിന്ന് കരകയറ്റും എന്ന് തന്നെയാണ് KB ഗണേഷ് കുമാർ ഇപ്പോൾ പറയുന്നത്. മുൻപും KB ഗണേഷ് കുമാർ KSRTCയുടെ അമരക്കാരനായിരുന്നപ്പോൾ ജീവനക്കാരുടെ യൂണിഫോമിലടക്കം നിരവധി മാറ്റങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇനിയും അത്തരത്തിലുള്ള പുതിയ പുതിയ പരിഷ്കാരങ്ങൾ അദ്ദേഹം കൊണ്ടുവരും. പക്ഷേ പണച്ചിലവുകൾ എങ്ങനെ കണ്ടെത്തും എന്നുള്ള ചോദ്യത്തിന് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ CSR ഫണ്ട് ഉപയോഗിച്ചുള്ള കാര്യങ്ങളെല്ലാം കണ്ടെത്തേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി CSR ഫണ്ട് കണ്ടെത്തുവാൻ മുഖ്യമന്ത്രിയുമായി ആലോചിക്കും. CSR ഫണ്ട് മുടക്കി KSRTCയുടെ പൊതു ചെലവുകൾ കണ്ടെത്തുവാനായി ഉള്ള കാര്യങ്ങൾ ആലോചനയിലുണ്ട്, പരിഗണനയിലുണ്ട്. അത് പ്രാവർത്തികമാക്കാൻ സാധിക്കുകയാണെങ്കിൽ ഇനിയും പല കാര്യങ്ങളും KSRTCക്ക് വേണ്ടി തനിക്ക് ചെയ്യാൻ സാധിക്കും. KSRTCയുടെ നഷ്ടങ്ങൾ കുറച്ച് അത് നഷ്ടത്തിൽ നിന്ന് കരകയറ്റി ലാഭത്തിലേക്ക് ഓടിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ KB ഗണേഷ് കുമാർ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി പറയുന്നത്. ഏതായാലും പുതിയ മന്ത്രിക്ക് എല്ലാവിധ ഭാവുകളും നേരുന്നു. കേരളത്തിലെ സാധാരണക്കാരന്റെ സഞ്ചാരമാർഗമായ KSRTCയെ കൂടുതൽ ഉയരങ്ങളിലേക്ക് KB ഗണേഷ് കുമാറിന് നയിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മന്ത്രി എന്ന രീതിയിൽ കേരളത്തിന് ഇനിയും ഗുണപരമായ ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, അഭിനന്ദിക്കുന്നു. ഞാനൊരു പത്രക്കുറിപ്പ് ഇന്ന് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും തരാം. ഉണ്ട്. ഞാൻ ഇത് കഴിഞ്ഞിട്ട് ക്യാബിനറ്റിനെ തിരിച്ചു വന്നിട്ട് എല്ലാ ഓഫീസേഴ്സിനെയും കാണുന്നുണ്ട്. ഇപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷണർ വന്നിട്ടുണ്ട്, അദ്ദേഹമായിട്ട് സംസാരിക്കും. പക്ഷേ അതിന് ഉച്ചയോട് ഞാൻ ഇന്ന് മുഴുവൻ സമയം ഇവിടെ തന്നെ കാണും. KSRT MD വരും, എല്ലാവരോടും സംസാരിക്കും. നമ്മൾ തുടക്കത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം അവരുമായിട്ട് ആലോചിച്ചിട്ട്. അല്ല, ഞാൻ ബേസിക്കായിട്ട് എൻ്റെ ഉള്ളിലുള്ള തീരുമാനങ്ങൾ പറഞ്ഞത് KSRTCയുടെ ചെലവ് കുറയ്ക്കുകയും ഒരു തരത്തിലും ഒരു ചോർച്ച ഉണ്ടാവാതെ, കാരണം നമ്മളൊരു വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് കാര്യമില്ല, അതിനോടൊപ്പം ചെലവും കൂടി കഴിഞ്ഞാൽ നമ്മൾ കുഴപ്പത്തിലാവും. അതൊരു വെറും, ഞാൻ പറഞ്ഞില്ലേ, മുറുക്കാൻകടയിലെ സാമ്പത്തിക ശാസ്ത്രമാണ്. അത്രയേ ഉള്ളൂ. അതാണ് ബേസിക്കായിട്ടുള്ള കാര്യം. അത് ചെയ്ത് കഴിയും. പിന്നെ എല്ലാ ബസ് സ്റ്റേഷനും വൃത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടക്കുന്നുണ്ട്. പിന്നെ KSRTC ബസ് സ്റ്റേഷനുകളിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായ സ്ഥാനം ഒരുക്കാൻ വേണ്ടി, മുലയൂട്ടുന്ന അമ്മമാർക്കും പ്രത്യേക സൗകര്യം ഉണ്ടാക്കാൻ വേണ്ടി ഒരു പുതിയ സംവിധാനം കൊണ്ടുവരും. അപ്പോൾ അതിനുവേണ്ടി KSRTC MDയോട് വലിയ കമ്പനികളുടെ CSR ഫണ്ട് സ്വീകരിക്കാൻ KSRTC ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ അനുവാദം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള അപേക്ഷ കൊടുക്കാനായിട്ട് MDക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ വലിയ കമ്പനികളുടെ CSR ഫണ്ട്, നമ്മുടെ ഷിപ്പ്യാർഡ് പോലുള്ള വലിയ സ്ഥാപനങ്ങളുടെ CSR ഫണ്ട് വാങ്ങാനായിട്ട് സഹായിക്കാമെന്ന് KV തോമസ് മാഷ്, ഡൽഹിയിലെ ചുമതലയുള്ള KV തോമസ് മാഷ് സമ്മതിച്ചിട്ടുണ്ട്. ടോയ്ലറ്റുകൾ വളരെ ദയനീയ സ്ഥിതിയിൽ തന്നെയാണ്. അന്ന് മിനിസ്റ്റർ ആയിരിക്കുമ്പോഴേ എനിക്ക് 7 ടോയ്ലറ്റ്, പക്ഷെ പുതിയൊരു, ഞാൻ തിരുപ്പതിയിൽ കണ്ട മോഡലിൽ വലിയ ചെലവ് വരാത്ത വിധത്തിലുള്ള നല്ല ടോയ്ലറ്റ്, ബാഡ് സ്മെല്ലൊന്നും നിൽക്കാത്തൊരു ടോയ്ലറ്റ് സമുച്ചയം ഞാൻ തന്നെ പത്തനാപുരത്തിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാകുമ്പോൾ ചെലവ് കുറഞ്ഞിരിക്കും, നമ്പർ കൂടിയിരിക്കും. അപ്പോൾ അത്തരം ടോയ്ലറ്റുകളെല്ലാം ഒന്ന് നവീകരിക്കുകയും അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു സംവിധാനം കൂടി ഉണ്ടാക്കും യാത്രക്കാർക്ക്. അതുപോലെ ഈ ബസ് പോകുന്ന സ്ഥലങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തി കൊടുക്കാറുണ്ട് ഡ്രൈവേഴ്സും കണ്ടക്ടേഴ്സും. ആ സ്ഥലങ്ങൾ ഹൈജീനിക് അല്ല, അവിടെ ടോയ്ലറ്റുകളില്ല, സ്ത്രീകളൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനൊരു ക്ലാസിഫിക്കേഷൻ ഏർപ്പെടുന്നുണ്ട്. പണ്ട് തിയേറ്റർ ക്ലാസിഫൈ ചെയ്തതുപോലെ ഈ പോകുന്ന വഴിക്കുള്ള റെസ്റ്റോറന്റുകൾ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ പരിശോധിച്ചതിന് ശേഷം അത് ടോയ്ലറ്റും സൗകര്യമൊക്കെ അവർ നിർമ്മിച്ചാൽ മാത്രമേ അവിടെ വണ്ടി നിർത്തിയുള്ളൂ. ഈ വന്നു കഴിഞ്ഞാൽ നല്ല ഫുഡായിരിക്കണം, പിന്നെ നല്ല ഫെസിലിറ്റി ഉണ്ടാവണം യാത്രക്കാർക്ക്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആ നോട്ടിഫൈ ചെയ്യുന്ന സ്ഥലങ്ങളിൽ മാത്രമേ KSRTC ബസ്സുകൾ ദീർഘയാത്രയിൽ നിർത്തി കൊടുത്തിട്ടുള്ളൂ. അതെ, ജനങ്ങൾക്ക് പ്രാധാന്യം. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, രാജാവാരാണ് ബസ്സിൽ കയറുന്ന യാത്രക്കാരന്. പിന്നെ അനാവശ്യമായി നഷ്ടത്തിലോടുന്ന എല്ലാ ട്രിപ്പും നിർത്തും. അതിലൊരാൾക്കും ജനപ്രതിനിധികൾക്കോ ഒന്നും ഒരു വിഷമം വേണ്ട, അത് പരിഹരിക്കും. ഒരു ബസ് നഷ്ടത്തിലോടുന്നത് അതിന്റെ സമയക്രമത്തിന്റെ കുഴപ്പമാണെങ്കിൽ ആ സമയക്രമം പരിഹരിക്കും. അതുപോലെ ഉൾമേഖലകളിൽ പോകുന്ന ബസ്സുകൾ
അവിടെ അതിനെ മാത്രം ആശ്രയിക്കുന്ന പ്രത്യേകിച്ച് ട്രൈബൽ മേഖലകൾ, പിന്നെ SC/ST കോളനികളുള്ള സ്ഥലങ്ങൾ, എസ്റ്റേറ്റുകൾ, അവിടുത്തെ തൊഴിലാളികൾ അവരെ വണ്ടിയൊന്നും നിർത്തില്ല. അതിലൊന്നും ഒരു ആശങ്കയും വേണ്ട. ഞാനിതിന്റെ പ്രായോഗികത നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ആളാണ്. ഒരു വണ്ടിയും ഇല്ലാത്ത സ്ഥലങ്ങളിൽ വണ്ടികൾ എത്തിക്കുക എന്നുള്ളതാണ് കേരളത്തിലെ പൊതു ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന് ഇന്ത്യയിലില്ലാത്ത ഒരു പുതിയ പരിഷ്കാരം ഞങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വീക്കിനുള്ളിൽ ഞങ്ങൾ മുഖ്യമന്ത്രിയെ കാണും. മുഖ്യമന്ത്രി അനുവാദം തന്നാൽ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായിട്ടുള്ള ഒരു വലിയ പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനം കേരളത്തിൽ എല്ലാവർക്കും, ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കും അഭിമാനിക്കാവുന്ന ഒരു നേട്ടം നമ്മൾ കൈവരിക്കും. അതിന് ഞങ്ങൾ പദ്ധതി തയ്യാറായിക്കൊണ്ട് TC ഞാനുമായിട്ട് തന്നെ ഡിസ്കഷൻ കഴിഞ്ഞു. 1-2 ഡിസ്കഷൻ ഞങ്ങൾ കഴിഞ്ഞു. ഉദ്യോഗസ്ഥന്മാർക്ക് അദ്ദേഹം നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. അവരത് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അത് വരുന്നതോടെ കേരളത്തിന്റെ മുക്കിലും മൂലയിലും ബസ് സർവീസും അനേകായിരം സംരംഭകരും വരുന്ന ഒരു പുതിയ പദ്ധതി. പല പദ്ധതികൾ കൊണ്ടുവരുമ്പോഴും പലപ്പോഴും യൂണിയന്റെ ഇടപെടൽ കൊണ്ടാണ് അടക്കം അത്തരം പ്രശ്നങ്ങൾ നേരത്തെ അഭിമുഖീകരിച്ചാണ്. നേരത്തെ പഴയ മന്ത്രിക്കെതിരെ ഒരു സീറ്റിലും ഏറ്റവും കൂടുതൽ സമരമടക്കം നടത്തിയപ്പോൾ ഇവരെല്ലാം മറികടന്നുകൊണ്ട് എങ്ങനെയായിരിക്കും മുമ്പോട്ട് പോകുന്നത്? എല്ലാവരുമായി സൗഹൃദത്തിൽ തന്നെ പോകും. ഞാൻ 2001 എല്ലാവരുമായിട്ട് സൗഹൃദത്തിൽ പോയ ആളാണ്. അവരെ ഒന്നും പ്രകോപിപ്പിച്ചോ ഒന്നും നമ്മൾ മുന്നോട്ട് പോകുന്നില്ല. തൊഴിലാളികളുടെ ആവശ്യം അവരുടെ ശമ്പളം, അവരുടെ പെൻഷനിങ്ങുള്ള കാര്യങ്ങളെ കുറിച്ച് അതിൽ സുതാര്യമായ ചർച്ചയുണ്ടാകും. പിന്നെ യൂണിയനുകൾ മുന്നോട്ട് വയ്ക്കുന്ന ന്യായമായ കാര്യങ്ങൾ. ഇപ്പം ഞാൻ കണക്കില്ല നിങ്ങൾ എന്നെ വാർത്തകളെ വളച്ചൊടിച്ചു. ഒരു ചാനൽ ഒരു പ്രത്യേക ലേഖകൻ ഒരു വാർത്തയെ വളച്ചൊടിച്ചു മുൻമന്ത്രിയെ ഞാൻ അദ്ദേഹത്തെ ഒന്നും പറഞ്ഞിട്ടില്ല. അത് വെറുതെ തെറ്റായി ആ വ്യക്തിക്ക് എന്നോടുള്ള ഒരു വിരോധം കൊണ്ട് നിങ്ങൾ ആരും കാണാത്ത ഒരു വേർഷൻ അതിൽ അയാൾ മാത്രം കണ്ടു. അയാൾക്ക് എന്നോട് പണ്ട് 2013 എന്റെ രാജിവെപ്പിക്കാൻ നടന്ന ആളാണ്. അപ്പൊ അയാൾക്ക് ആ ഒരു വിരോധമുള്ളത് കൊണ്ട് അയാൾ ആ വാർത്തയെ മറ്റാരും കാണാത്തൊരു മുഖത്തിൽ കണ്ടു. നിങ്ങൾ ആരും കണ്ടില്ല. കേരളത്തിലെ ഒരു മീഡിയയും കാണാത്ത ഒരു വേർഷൻ അദ്ദേഹം കണ്ടെത്തുകയും മഹത്തായ ചില സംഭാവനകൾ നൽകുകയും ചെയ്തു. അതിൽ കാര്യമില്ല. ഞാൻ ആരുടെയും കുറ്റം പറഞ്ഞല്ല. എന്നോട് കണക്കില്ല എന്ന് പറഞ്ഞതും ചോർച്ചയുണ്ടെന്ന് പറഞ്ഞതും നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, പ്രധാനപ്പെട്ട യൂണിയന്റെ നേതാക്കന്മാർ തന്നെ. ഞാനല്ലാതെ ഇത് അറിയുന്ന ആളല്ല. ഞാൻ പുറത്ത് നിൽക്കുന്ന ഒരു MLA ആയിരുന്നു കഴിഞ്ഞ ദിവസം വരെ. ഞാൻ ഇടപെട്ടിട്ടുമില്ല. പക്ഷെ എന്നോട് യൂണിയൻ നേതാക്കളും വിവിധ യൂണിയന്റെ പ്രമുഖ നേതാക്കൾ, ഹയർ റാങ്കിലുള്ള നേതാക്കന്മാരാണ് എനിക്ക് പറഞ്ഞു തന്നത്. അവർ പറഞ്ഞു കേട്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. അവരതിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർ പറഞ്ഞു കേട്ട് ഞാനൊന്ന് അന്വേഷിച്ചു, ശരിയാണോ എന്ന് ചില ഉദ്യോഗസ്ഥരോട് ചോദിച്ചോ. ശരിയാണെന്ന് അവരും പറഞ്ഞു. അതൊക്കെയാണ് ഇതിന്റെ പ്രശ്നം. ഞാനും മുൻമന്ത്രി തമ്മിൽ ഒരു പ്രശ്നമല്ല. പിന്നെ നല്ല സുഹൃത്തുക്കളാണ്. പിന്നെ എന്റെ അച്ഛന്റെ കൂടെ അദ്ദേഹം MLA ആയിരുന്നുള്ള കാര്യം, ഞാൻ 5 തവണ MLA ആളാണ്. എന്റെ അച്ഛന്റെ കൂടെ ഞാൻ MLA ആയിരുന്നിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നും ഒരു ക്ലാസിഫിക്കേഷൻ അല്ല. ഈ AI ക്യാമറയായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ 11 കോടി കൊടുക്കാനുണ്ട്, 3 മാസമായിട്ട് പണം കൊടുത്തിട്ടില്ല കെൽട്രോണിന്. അവര് 44 താൽക്കാലിക ജീവനക്കാരെ പിൻവലിച്ചു. ഇപ്പൊ ഈ പരാതി കൊടുക്കുന്നത് കുറഞ്ഞു. അതെങ്ങനെയാണ് ഈ പരിഗണിക്കുന്നത്? അത് നമ്മള് ധനകാര്യ വകുപ്പിൽ നിന്ന് പണം നമുക്ക് വരുന്നുണ്ടല്ലോ, അത് റിലീസ് ചെയ്യാൻ ധനകാര്യ വകുപ്പിന് ഒരുപാട് നമുക്ക് മനസ്സിലാക്കണം. ഒരുപാട് ആവശ്യങ്ങൾ ധനകാര്യ വകുപ്പിന് വരികയാണ്. വരുമ്പോൾ ഈ പൈസ ഇങ്ങനെ റോൾ ചെയ്താണ് പോകുന്നത്. നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നൊന്നും കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി ഇതിങ്ങനെ റോൾ ചെയ്ത് പോവുകയാണ്. അപ്പൊ അവര് സാമ്പത്തികമായി നമ്മുടെ സംസ്ഥാനത്തിന് ശമ്പളം കൊടുക്കണം, നടത്തിക്കൊണ്ട് പോകണം. KSRTCക്ക് അടക്കം കഴിഞ്ഞ കുറെ നാളായി കേരള സർക്കാരല്ലേ ശമ്പളം കൊടുക്കുന്നത്. അപ്പൊ അവരത് മറിച്ചുകൊണ്ട് പോകുമ്പോൾ അവരുടേതായ പരിമിതിയുണ്ട്. പക്ഷെ അത് ഞങ്ങൾ മിനിസ്റ്ററുമായിട്ടും പിന്നെ ഫൈനാൻസ് സെക്രട്ടറിയായിട്ടൊക്കെ സംസാരിച്ച് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അതിനൊരു പരിഹാരം. ഇല്ല, അങ്ങനെയല്ല. പണം വരുന്നുണ്ട്, പണം കെൽട്രോണിന് കൈമാറുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഒരു പരാതി. അതെന്താണെന്നുള്ള കാര്യം ഞങ്ങൾ ഫൈനാൻസ് സെക്രട്ടറിയുമായിട്ടും ഫൈനാൻസ് മിനിസ്റ്ററുമായിട്ടും സംസാരിച്ചതിന് ശേഷം അത് ഞങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കും. കാരണം കെൽട്രോണിന് കൊടുക്കേണ്ടതാണ് പൈസ. നമ്മൾ ഫൈനടിച്ചു, നമ്മുടെ ഖജനാവിൽ വന്നു. ആ ഖജനാവിന് ഒരു റോളിംഗ് നടക്കുകയാണ്.